ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസാണ്. അതിലെ ഒന്നാമത്തെ ക്ലാസ്സാണ്, ക്ലാസ് 1 ആണിത്. 1960/2020 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ലോയിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് സ്പെസിഫൈഡ് ഇൻ ഓപ്ഷൻ എ റൂൾ 64A, ഓപ്ഷൻ ബി സെക്ഷൻ 64A, ഓപ്ഷൻ സി റൂൾ 66A, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ക്വാളിഫിക്കേഷൻസ് ഓഫ് എ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്പെസിഫൈ ചെയ്യുന്നത് റൂൾ 64A റൂൾ 64A ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. റൂൾ 64A ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്ററുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് HDC JDC എല്ലാമാണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്, അത് വേണം. അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അല്ലെങ്കിൽ NCCT നൽകുന്ന HDCM, അതായത് ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന ഡിഗ്രി ആവാം. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് കൊമേഴ്സ് ആവാം. സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേഷൻ ആവാം. ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് ഓഡിറ്റ് ആവാം. അല്ലെങ്കിൽ BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആവാം. ഇത്രയുമാണ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഓഡിറ്ററുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഇത്രയും ക്വാളിഫിക്കേഷൻസ് ആണ്. പിന്നെ ഓഡിറ്ററായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ പരിഗണിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, ഹി ഈസ് ദ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ. ഹി ഈസ് ദ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 2 years എക്സ്പീരിയൻസ് ഇൻ ഓഡിറ്റിംഗ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിർബന്ധമാണ്. അറ്റ്ലീസ്റ്റ് 2 years എക്സ്പീരിയൻസ് ഇൻ ഓഡിറ്റിംഗ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിർബന്ധമാണ്. ഹി ഹാസ് വർക്കിംഗ് നോളജ് ഇൻ മലയാളം ലാംഗ്വേജ് എന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ ഓഡിറ്റിംഗ് ഫേമിനെയും ഈ കാര്യത്തിൽ പരിഗണിക്കാറുണ്ട്. ഓഡിറ്റേഴ്സിൻ്റെ പാനൽ ഓഫ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ഓഡിറ്റിംഗ് ഫേമിനാണെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആക്ട് 1949 രജിസ്റ്റർ ചെയ്തായിരിക്കണം. പിന്നെ അത് കൂടാതെ 2 years ഓഡിറ്റിംഗ് എക്സ്പീരിയൻസ് വേണമെന്നും മലയാളം ലാംഗ്വേജിലുള്ള അറിവ് വേണമെന്നും പറയുന്നുണ്ട്. പിന്നെ റിട്ടയേർഡ് ഓഡിറ്റേഴ്സിനെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എടുക്കാറുണ്ട് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഹി ഹാസ് അക്വയർഡ് ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്തിരിക്കണം. മിനിമം 5 years എക്സ്പീരിയൻസ് വേണം കോപ്പറേറ്റീവ് ഓഡിറ്റിങ്ങിൽ. എങ്ങനെ? മിനിമം 5 years ആണ് എക്സ്പീരിയൻസ് വേണ്ടത് കേട്ടോ. ഹീസ് റിട്ടയേർഡ് ഫ്രം സർവീസ് വിത്തിൻ എ പീരിയഡ് ഓഫ് 5 years എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ റിട്ടയേർഡ് ഹാൻഡ്സിനെ എടുക്കുന്ന സമയത്ത് വെൻ നോ ഓഡിറ്റർ ഈസ് ലെഫ്റ്റ് ഇൻ ദ പാനൽ ആണെങ്കിൽ മാത്രമേ, മറ്റ് ഓഡിറ്റേഴ്സിന് അവൈലബിലിറ്റി ഇല്ലെങ്കിൽ മാത്രമേ റിട്ടയേർഡ് ഹാൻഡ്സിനെ എടുക്കുള്ളൂ, ഓഡിറ്റർ ലിസ്റ്റിലേക്ക് എടുക്കുള്ളൂ. ഈ പാനൽ പ്രിപ്പയർഡ് എവറി ഇയർ, ഈ പാനൽ എല്ലാ വർഷവും തയ്യാറാക്കി സമർപ്പിക്കുന്നതാണ്. അതിനനുസരിച്ചിട്ടാണ് ഈ പാനലിൽ നിന്നും ഓഡിറ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റൂൾ 64A പ്രതിപാദിക്കുന്നത്. അപ്പോൾ റൂൾ 64A ക്ലിയർ ആയിരിക്കുന്നു കരുതുന്നു. പിന്നെ സെക്ഷൻ 64A ഇല്ല. റൂൾ 66A എന്താണെന്ന് നോക്കാം. റൂൾ 66A ഇൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസറാണ്. റൂൾ 66A ഇൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ എന്നാണ് റൂൾ 66A പ്രതിപാദിക്കുന്നത് കേട്ടോ. പിന്നെ സെക്ഷൻ 64 ഉണ്ട്. അതാണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് എന്നത്. സെക്ഷൻ 64 ഉണ്ട്. സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ദ DCA ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് എന്നത് സെക്ഷൻ 64 ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ റൂൾ 66 പറഞ്ഞു, അതായത് വിജിലൻസ് ഓഫീസറെ കുറിച്ച് പറഞ്ഞു അല്ലേ. റൂൾ 66A ഇൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വിജിലൻസ് ഓഫീസർ ആ ഒരു റൂളുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. വിജിലൻസ് ഓഫീസറെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സെക്ഷൻ 68A പ്രകാരം വിജിലൻസ് ഓഫീസർ ഷാൾ ബി അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ RCS ആണെന്ന് ഓർത്തിരിക്കുക. വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 68A ഓഫ് ദ ആക്ട് ഷാൾ ബി അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ RCS ആണെന്ന് ഓർത്തിരിക്കണം. പിന്നെ അദ്ദേഹം എൻക്വയറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്? RCSനാണ്. RCSൻ്റെ
പിന്നെ അണ്ടറിലാണ് വരുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഓർഡിനറിലി കംപ്ലീറ്റ് ചെയ്യേണ്ട പീരീഡ് 3 months ആണ് കേട്ടോ. വിത്തിൻ എ പീരീഡ് ഓഫ് 3 months ഓർഡിനറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നും ഓർത്തിരിക്കുക. പിന്നെ അത്യാവശ്യമാണെങ്കിൽ ഫർദർ 3 months കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റൂൾ 66 ഇവിടെ കടന്നു വന്ന കാരണമാണ് നമ്മൾ അതും കൂടി ഒന്ന് കവർ ചെയ്ത് പോയത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് അപ്പീലാണ് പറയുന്നത്. അപ്പീൽ ഫീ ഫോർ റിവിഷൻ പെറ്റീഷൻ ഫയൽഡ് ബൈ ദി മാനേജിംഗ് കമ്മിറ്റി ഈസ്. അപ്പോൾ ഇവിടെ ഉത്തരം ക്യാൻസൽ ചെയ്യാണ്, ചോദ്യം ക്യാൻസൽ ചെയ്യാണ് ഉണ്ടായത്. കാരണം അപ്പീൽ എന്ന വാക്ക് ഇവിടെ വന്നു, അപ്പോൾ കൺഫ്യൂഷൻ വന്നു. കാരണം ഫീ ഫോർ റിവിഷൻ പെറ്റീഷൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അപ്പീൽ ഫീ ഫോർ റിവിഷൻ പെറ്റീഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാരണം അപ്പീൽ ഫീ ആണോ റിവിഷൻ ഫീ ആണോ എന്ന് വ്യക്തത ഇല്ലാത്തത് കാരണമാണ് ഈ ചോദ്യം ക്യാൻസൽ ചെയ്തു വന്നത്. അപ്പം നമുക്ക് ഈ ഒരു അപ്പീൽ എന്ന ഭാഗം ഒഴിച്ചു നിർത്തിയാൽ 5000 രൂപയാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. അതായത് അപ്പീൽ എന്ന ഭാഗം ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, 5000 രൂപ എന്തായിട്ട് കാണാം. ഈ അപ്പീൽ എന്ന ഭാഗം ഒഴിച്ചു നിർത്തിയാൽ ഫീ ഫോർ റിവിഷൻ പെറ്റീഷൻ ഫയൽഡ് ബൈ മാനേജിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരം 5000 ആണ്. അപ്പോൾ അതിനെ ആ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. അതായത് ഫീ ഫോർ അപ്പീൽ ബിഫോർ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ. അപ്ലിക്കൻ്റ് ഒരു എംപ്ലോയി ആണെങ്കിൽ, അപ്ലിക്കൻ്റ് ഒരു എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അപ്പീൽ ബിഫോർ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ 2000 രൂപയാണ് ഫീ ആയി വരുന്നത്. എന്നാൽ അപ്ലിക്കൻ്റ് ഒരു മെമ്പർ ഓഫ് എ കമ്മിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ മറ്റുള്ളവർ അതേഴ്സ് ആണെങ്കിൽ 5000 രൂപയാണ് ഫീസായി വരുന്നത്. ഇത് അപ്പീൽ ഫീസാണ്. ഫീ ഫോർ അപ്പീൽ ബിഫോർ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ എംപ്ലോയി ആണെങ്കിൽ 2000 രൂപയും മെമ്പർ ഓഫ് എ കമ്മിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ അതേഴ്സ് ആണെങ്കിൽ 5000 രൂപയുമാണ് ഫീസായി വരുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് റിവിഷൻ ആണ് കേട്ടോ. റിവിഷൻ്റെ ഫീസാണ് പറയുന്നത്. റിവിഷൻ്റെ ഫീസാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. ഫീ ഫോർ റിവിഷൻ ടു ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ. എംപ്ലോയി ആണെങ്കിൽ, അപ്ലിക്കൻ്റ് ഒരു എംപ്ലോയി ആണെങ്കിൽ 1000 രൂപയും, അതുപോലെ തന്നെ അപ്ലിക്കൻ്റ് ഒരു മെമ്പർ ഓഫ് എ കമ്മിറ്റിയോ സൊസൈറ്റിയോ അതേഴ്സ് മറ്റുള്ളവരോ ആണെങ്കിൽ 5000 രൂപയുമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ 5000 എടുക്കാം, അതായത് അപ്പീൽ എന്ന വാക്കില്ലെങ്കിൽ 5000 എടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫീ ഫോർ അപ്പീൽ ബിഫോർ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ, അതായത് അപ്ലിക്കൻ്റ് ഒരു എംപ്ലോയി ആണെങ്കിൽ 2000ഉം മെമ്പർ ഓഫ് എ കമ്മിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി ഓർ അതേഴ്സ് ആണെങ്കിൽ 5000ഉം. അത് അപ്പീൽ ഫീസിൻ്റെ കാര്യമാണ്. പിന്നെ റിവിഷൻ ഫീസ് ആണെങ്കിൽ എംപ്ലോയിയുടെ കാര്യത്തിൽ 1000ഉം മെമ്പർ ഓഫ് എ കമ്മിറ്റി ഓർ സൊസൈറ്റി ഓർ അതേഴ്സ് ആണെങ്കിൽ 5000ഉമാണ് ഫീസായി ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഭാഗം നമ്മൾ വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് വിശദമായിട്ട് പോയിട്ട് കണ്ടു മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷോൾ കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ എത്ര പേരാണുള്ളത്? നോട്ട് മോർ ദാൻ 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 3 ആണ് കേട്ടോ. നോട്ട് മോർ ദാൻ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ 3 പേര് കൂടാത്ത നോട്ട് മോർ ദാൻ 3 എന്നാണ്, 3ൽ കൂടരുത് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് നോക്കാം. 28B ആണ്. 28B ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ. റൂളാണെങ്കിലോ റൂള് 35B ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട റൂള് കേട്ടോ. അപ്പോൾ സെക്ഷൻ 28B ആണ്, റൂള് 35B ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ഒരു ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്യുന്നത്. അത് ആദ്യമായിട്ട് ആഡ് ചെയ്തത് 28B എന്ന സെക്ഷൻ ആഡ് ചെയ്തത് 7/3/2001 കേട്ടോ. 7/3/2001 28B എന്ന ഒരു സെക്ഷൻ ആഡ് ചെയ്തത്. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഗവൺമെൻറ് ഷാൾ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് പ്രിപ്പയർ ചെയ്യാനും പിന്നെ എലക്ഷൻസ് കണ്ടക്ട് ചെയ്യാനും. ഫോർ ദ കണ്ടക്ട് ഓഫ് ഓൾ എലക്ഷൻസ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടിയിട്ടാണ് ആരെന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പുതിയൊരു അമെൻമെൻറ്റ് വന്നുകൂടിയിട്ടുണ്ട്. അതായത് ഈ അമെൻമെൻറ്റിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഓൾ എലക്ഷൻസ് കഴിഞ്ഞിട്ട് ഇൻക്ലൂഡിങ്
ഇൻക്ലൂഡിംഗ് എലക്ഷൻ ടു ദ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇൻക്ലൂഡിംഗ് എലക്ഷൻ ടു ദ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ന്യൂ അമെൻമെൻറ്റിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും പിന്നെ അതുപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ എലക്ഷൻസും കൂടി വന്നു എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് ഓർത്തിരിക്കണം. ഓൾ എലക്ഷൻസ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പിന്നെ ദ SCU ആൻഡ് CCU എലക്ഷൻ ഇൻക്ലൂഡിംഗ് എലക്ഷൻ ടു ദ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കണം. പുതിയ അമെൻമെൻ്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കണം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷോൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ, അതായത് സ്റ്റേറ്റിലെ ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ, അതായത് സ്റ്റേറ്റ് ചീഫ് കോപ്പറേഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ആണ്. ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ആണ് ഈ ഒരു സ്റ്റേറ്റിലെ ചീഫ് ആവേണ്ടത്. അവിടെ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ആ ഒരു നിയമനം എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അത് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പോഴത്തെ അമെൻമെൻറ്റിലാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്ത് എഴുതണം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ മറ്റ് 3 ആൾക്കാരാണെന്ന് പറഞ്ഞുവല്ലോ. അപ്പം മറ്റ് 2 കമ്മീഷണേഴ്സ് എന്തായിരിക്കും അവരുടെ ക്വാളിഫിക്കേഷൻ? അവർ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുക. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എടുക്കുക കേട്ടോ. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എടുക്കുക. ഇനി അവരുടെ പീരിയഡ് എങ്ങനെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഫോർ എ പീരിയഡ് ഓഫ് 5 ഇയേഴ്സിനാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ അതായത് ഓഫീസ് ചാർജ് അസംഷൻ ഓഫ് ദ ഓഫീസിൽ എടുക്കുന്ന ഡേറ്റ് തൊട്ടിട്ടാണ് എടുക്കുക. ഫോർ എ പീരിയഡ് ഓഫ് 5 ഇയേഴ്സ് അല്ലെങ്കിൽ 62 ഇയേഴ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ. എങ്ങനെയാണ്? ഫോർ എ പീരിയഡ് ഓഫ് 5 ഇയേഴ്സ് ഓർ 62 ഇയേഴ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്തൊരു ചോദ്യം കാണാറുള്ളത് ഹൂ മേക്ക് പ്രൊവിഷൻസ് ഇൻ ഓൾ മാറ്റേഴ്സ് ഓഫ് എലക്ഷൻ. പ്രൊവിഷൻസ് എല്ലാം തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ആണ് എന്നും കൂടി ഓർത്തിരിക്കണം. ഇത്രയും പറഞ്ഞത് നമ്മൾ 28B പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ്. സെക്ഷൻ 28B പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, നന്നായി പഠിക്കണം. റൂൾ 35B എന്താണ് പറയുന്നത് എന്നും കൂടി പറഞ്ഞിട്ട് പോവാം. റൂൾ 35B പറയുന്നത്, അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റുകൾ, ഫീസുകൾ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റുകൾ, ഫീസുകളും എല്ലാം തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റിക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ആഫ്റ്റർ കൺസിഡറിങ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആസ് സ്റ്റൂഡ്, അതായത് നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയുണ്ട് എന്ന് പരിഗണിച്ചിട്ടാണ് ഓരോ സൊസൈറ്റിക്കും ചെലവ് തീരുമാനിക്കുന്നത്. അത് ഇൻ കൺസൾട്ടേഷൻ വിത്ത് RCS ആണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. 60 ദിവസം പ്രയർ ടു ദ എലക്ഷന് മുമ്പേ അത് എന്ത് ചെയ്യണം? അത് തീരുമാനിക്കണം. 60 ഡേയ്സ് പ്രയർ ടു ദ എലക്ഷന് മുമ്പ് തന്നെ അതിൽ ചെലവിനെ കുറിച്ചും അല്ലെങ്കിൽ ഫീസിനെ കുറിച്ചും കോസ്റ്റിനെ കുറിച്ചും ഒക്കെ ധാരണയുണ്ടായിരിക്കണം, തീരുമാനം ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറിയെ കുറിച്ചാണ് പറയുന്നത്. ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. തസ്തികയിലുള്ള കുറയാത്ത ഒരാളാണ് സെക്രട്ടറി ആയിരിക്കുന്നത്. ഹൂ ഷാൾ ബി ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ കമ്മീഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. സെക്രട്ടറിയുടെ പോസ്റ്റാണ് നമ്മൾ പറഞ്ഞത്. ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ ആണെന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ സെക്ഷൻ 28B റൂൾ 35B കിടക്കുന്നത്. അപ്പോൾ ഏകദേശം പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമായി നിങ്ങൾ പഠിക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം, കോറം ഫോർ ദ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻഡ് ബൈ ലിക്വിഡേറ്ററീസ്. അതായത് കോറം ഫോർ ദ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻഡ് ബൈ ലിക്വിഡേറ്ററീസ്. കോറം എത്രയാണെന്നാണ്. എന്താണ് കോറം എന്ന് പറഞ്ഞാൽ? മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഫോർ എ മീറ്റിംഗ് ആണ് എന്ത്? കോറം എന്ന് പറഞ്ഞാൽ കേട്ടോ. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ഫോർ എ മീറ്റിംഗ് ആണ് കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ലാസ്റ്റ് ജനറൽ ബോഡിയുടെ കോറാണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ജനറൽ ബോഡി കൺവീൻ ചെയ്യുന്നത് ആരാണ്? കണ്ടക്ട് ചെയ്യുന്നത് ലിക്വിഡേറ്ററാണ് അല്ലേ. അതിനുശേഷം RCS അത് പിരിച്ചുവിട്ടതായിട്ട് അനൗൺസ് ചെയ്യണം, അല്ലെങ്കിൽ രേഖകളൊക്കെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വോറം ആവശ്യമില്ല കേട്ടോ. ലാസ്റ്റ് ജനറൽ ബോഡിക്ക് എന്തില്ല?
ക്വാറം പറയുന്നില്ല. അപ്പോൾ രണ്ടെണ്ണത്തിനാണ് ക്വാറം പറയാത്തത്. ഏതിനൊക്കെയാണ് ക്വാറം പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ വിളിച്ചു ചേർക്കുന്ന പിന്നെ ഈ ഒരു ലാസ്റ്റ് ജനറൽ ബോഡിക്കും, പിന്നെ അതുപോലെ തന്നെ ആര് വിളിച്ചു ചേർക്കുന്നത്, നമ്മുടെ RCSന് ഇതുപോലെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട്. RCSനോ അല്ലെങ്കിൽ RCS അധികാരപ്പെടുത്തുന്ന ആൾക്കോ ജനറൽ ബോഡി വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ആ സമയത്തും ക്വാറം ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിക്വിഡേറ്റർ വിളിച്ചു ചേർക്കുന്ന ലാസ്റ്റ് ജനറൽ ബോഡിക്ക് എന്തില്ല, ക്വാറം ഇല്ല. അതുപോലെ തന്നെ ആര് വിളിച്ചു ചേർക്കുന്ന അത്യാവശ്യ സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രാർ വിളിച്ചു ചേർന്ന രജിസ്ട്രാറുടെ അനുവദിക്കുന്ന ആളോ അല്ലെങ്കിൽ ഡെപ്യൂട്ട് ചെയ്യുന്ന ആളോ വിളിച്ചു ചേർക്കുന്ന ജനറൽ ബോഡിക്ക് എന്തില്ല, ക്വാറമില്ല കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് ജനറൽ ബോഡി പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് നോക്കണം. ക്വാറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്വാറത്തിൻ്റെ കാര്യം പറയുന്നത് 28(5) കേട്ടോ. സെക്ഷൻ 28(5) ക്വാറത്തിൻ്റെ കാര്യം പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, മിനിമം എമൗണ്ട് പേയബിൾ ആസ് എഡ്യൂക്കേഷൻ ഫണ്ട് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഔട്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ്. മിനിമം എമൗണ്ട് ആണ്. മിനിമം എമൗണ്ട് പേയബിൾ ആസ് എഡ്യൂക്കേഷൻ ഫണ്ട്. എഡ്യൂക്കേഷൻ ഫണ്ടായിട്ട് മിനിമം എമൗണ്ട് എത്രയാണ് പേ ചെയ്യുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. മിനിമം എമൗണ്ട് പേയബിൾ ആസ് എഡ്യൂക്കേഷൻ ഫണ്ട് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഔട്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഓപ്ഷൻ എ 1000 ആണ്, ഓപ്ഷൻ ബി 2000 ആണ്, ഓപ്ഷൻ സി 5000 ആണ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നൺ ഓഫ് ദീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട റൂളാണ് എന്ത്, 53 ആണ് കേട്ടോ. റൂൾ 53 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതപ്പം തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക. റൂൾ 53 റിലേറ്റിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. റൂൾ 53 റിലേറ്റിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫണ്ടും സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകളും മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം പറയുന്നത് സെക്ഷൻ 56 കേട്ടോ. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഹെഡോട് കൂടിയിട്ട് പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളെല്ലാം എത്ര പെർസെൻറ്റേജ് മാറ്റിവെക്കണം എന്ന് പറയുന്നത് സെക്ഷൻ 56 അപ്പോൾ ഈ റൂൾ 53 സെക്ഷൻ 56 ഈ ഒരു ഭാഗവുമായി നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കണം. ഇവിടെ റൂൾ 53 കാര്യം പറയുകയാണെങ്കിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ നിന്നും എനി സൊസൈറ്റിക്ക് നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാർ ആണ്. നെറ്റ് പ്രോഫിറ്റ് ഓഫ് എനി സൊസൈറ്റി ഡിക്ലെയർഡ് ബൈ രജിസ്ട്രാർ ആണ്. അപ്പോൾ 53(1) പ്രകാരം, അതായത് റൂൾ 53(1) പ്രകാരം നോട്ട് ലെസ് ദാൻ 15% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഷോൾ ബി ക്യാരിഡ് ടു ദ റിസർവ് ഫണ്ട് എന്ന് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് അതായത് നോട്ട് ലെസ് ദാൻ 15% ഓഫ് നെറ്റ് പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 53(2) പറയുന്നത് 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആസ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നുണ്ട്. 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. മിനിമം 2000 മാക്സിമം 60,000 എന്ന് പറയണം. മിനിമം 2000. അപ്പോൾ ഇവിടെ മിനിമം 2000 ഉണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് ഉത്തരമായിട്ട് വരിക. മിനിമം 2000 ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. മിനിമം 2000 ആണല്ലോ. ഓക്കെ, മിനിമം എമൗണ്ട് പേയബിൾ ആസ് എഡ്യൂക്കേഷൻ ഫണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം 2000 മാക്സിമം 60,000 ആണെന്ന് പറഞ്ഞു. ഇത് റെമിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഇത് റെമിറ്റ് ചെയ്യേണ്ടത്. വിത്തിൻ 2 months. എപ്പോൾ? റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി വിത്തിൻ 2 months അടയ്ക്കണം. ഇല്ലെങ്കിൽ സെക്രട്ടറിക്ക്, അതായത് 8% പീനൽ ചാർജ് ഈടാക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യം വരാറുള്ളത് ഈ ഫണ്ട് മെയിൻറ്റെയിൻഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ആരാണെന്നാണ്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് ഈ ഒരു ഫണ്ട്, അതായത് ഈ ഒരു ഫണ്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പ്രൊപ്പഗാൻഡ മേക്കിങ്ങിനും മറ്റാവശ്യങ്ങൾക്കുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെയും RCSൻ്റെയും അവരുടെ ഒരു പിന്നെ പെർമിഷനോട് കൂടി മാത്രമേ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് ഇതിലത്തെ ഫണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവരൊരു കമ്മിറ്റീനെയൊക്കെ തീരുമാനിക്കും ഗവൺമെൻറ് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചധികം പറയാനുണ്ട്. നമുക്ക് വരുമ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സെക്ഷൻ 53 ഓർക്കണം. സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവിനെ കുറിച്ച് പറയുന്നത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന ഭാഗത്താണ്. ഇതിപ്പോൾ ഇവിടെ പറയുന്നത് 53(1) പറഞ്ഞത് നോട്ട് ലെസ് ദാൻ 15% നെറ്റ് പ്രോഫിറ്റ് എവിടേക്ക് ക്യാരി ചെയ്യണം?
റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. 53(2) പ്രകാരം 5% ഓഫ് മിനിമം 2000 മാക്സിമം 60,000 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. അതിന് റെമിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ റെമിറ്റ് ചെയ്യണം വിത്തിൻ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 8% പീനൽ ചാർജ് ഈടാക്കും സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കയ്യിൽ നിന്നും. ഓർത്തിരിക്കുക, ഈ ഫണ്ട് മെയിൻറ്റെയിൻഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നും ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, രജിസ്ട്രാർസ് പവർ ടു കൺവീൻ ദ കമ്മിറ്റി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് വിത്ത്. രജിസ്ട്രാറുടെ പവറാണ് പറയുന്നത്. കമ്മിറ്റി മീറ്റിംഗ് നടത്താൻ രജിസ്ട്രാറുടെ പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെക്ഷൻ 28(5) ഓപ്ഷനിലായിട്ട് ആദ്യം കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ 28(5) അപ്പോൾ സെക്ഷൻ 28(5) എന്താണെന്നറിയോ? സെക്ഷൻ 28(5) നമ്മുടെ കോറമാണ്. അതായത് ജനറൽ ബോഡിയുടെ കോറം ജസ്റ്റ് അബവ് 50% വേണം എന്ന് പറയുന്നതാണ് സെക്ഷൻ 28(5) കേട്ടോ. അപ്പോൾ അത് ഉത്തരമായിട്ട് വരില്ല. സെക്ഷൻ 28(5) വരണം എന്താണ്? കോറമാണ്. ജനറൽ ബോഡിയുടെ ജസ്റ്റ് അബവ് 50% എന്ന് പറയുന്നതാണ് സെക്ഷൻ 28(5). അപ്പോൾ അതല്ല. സെക്ഷൻ 30(4) പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 30(4) എന്താണ്? സെക്ഷൻ 30 എന്താണ്? സെക്ഷൻ 30 സ്പെഷ്യൽ ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. സെക്ഷൻ 30 സ്പെഷ്യൽ ജനറൽ ബോഡിയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. സെക്ഷൻ 30(4) ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാ വരുന്നത്? സെക്ഷൻ 30(4) ഇവിടെ ഉത്തരമായിട്ട് വരിക. സെക്ഷൻ 30 എന്താണെന്ന് നമുക്ക് പഠിച്ചിരിക്കണം. സെക്ഷൻ 30 എന്താണെന്ന് നമുക്ക് പഠിച്ചിരിക്കണം. അപ്പോൾ സെക്ഷൻ 30 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. സെക്ഷൻ 30 മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ റൂൾ 36 കൂടി പഠിച്ചിരിക്കണം. സെക്ഷൻ 30 റൂൾ 36. സെക്ഷൻ 30 റൂൾ 36 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ ഈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ കാര്യത്തിലാണ് രജിസ്ട്രാർക്ക് പവർ ടു കൺവീൻ ദ കമ്മിറ്റി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോറം ഇല്ലയെന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിലാണ് പറയണത് കേട്ടോ. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് റൂൾ 36. അതുപോലെ തന്നെ സെക്ഷൻ 30 എന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റിക്ക് വിത്തിൻ 1 month ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് റിക്വസിഷൻ, അതായത് 1 മാസം വിത്തിൻ 1 month ആഫ്റ്റർ റിസീപ്റ്റ് റിക്വസിഷൻ ആരിൽ നിന്നൊക്കെ ഇൻ റൈറ്റിംഗ് കിട്ടിയാൽ, ഒന്നെങ്കിൽ ഫ്രം ദ RCS, ഐദർ ഫ്രം ദ RCS അല്ലെങ്കിൽ റിസീപ്റ്റ് ഓഫ് റിക്വസിഷൻ ഇൻ റൈറ്റിംഗ് ഫോം 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഇവരെ 2 കൂട്ടരുടെ കയ്യിൽ നിന്നും റിക്വസിഷൻ കിട്ടിയാലാണ് സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്ന 2 സാഹചര്യങ്ങൾ എന്താണ്? വിത്തിൻ 1 month ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് റിക്വസിഷൻ, ഒന്നെങ്കിൽ ഫ്രം ദ രജിസ്ട്രാർ അല്ലെങ്കിൽ റിസീപ്റ്റ് ഓഫ് റിക്വസിഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, ഈ 2 കേസസിലാണ് സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 30(4) പറയുന്നത് കേട്ടോ. സെക്ഷൻ 30(4) ഇത് പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 31(2) എന്താണെന്നും കൂടി നോക്കാം. സെക്ഷൻ 31(2) പറയണത് നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓൺ കമ്മിറ്റീസ് ആണ് കേട്ടോ. അതായത് നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓൺ കമ്മിറ്റീസ് ഓഫ് ആൻ അപ്പെക്സ് ഓർ എ സെൻട്രൽ സൊസൈറ്റിയാണ് 31 പറയണത് കേട്ടോ. ഓക്കെ, അപ്പോൾ 30 കഴിഞ്ഞ് തുടർന്ന് വരുന്ന സെക്ഷൻ തന്നെയാണ് 31. 31(2) ചോദിച്ചിട്ടുള്ളത്. 31 പറയണത് നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓൺ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 30(4) ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇൻ ആൻ അപ്പെക്സ് സൊസൈറ്റി നോമിനീസ് ആസ് പെർ സെക്ഷൻ 31. സെക്ഷൻ 31 പ്രകാരമുള്ള നോമിനികളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. മാനേജിങ് കമ്മിറ്റി ആണോ, രജിസ്ട്രാർ ആണോ, ഗവൺമെൻറ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു സെക്ഷൻ 31 എന്താണെന്ന്. സെക്ഷൻ 31 എന്താണെന്നാണ് പറഞ്ഞത്? നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓൺ കമ്മിറ്റി ഓഫ് അപ്പെക്സിലോ സെൻട്രൽ സൊസൈറ്റിയിലോ നോമിനീനെ പറഞ്ഞയക്കുന്നത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഗവൺമെൻറ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ ഉത്തരം എന്താണ്? ഗവൺമെൻറ് തന്നെയാണ്. അപ്പെക്സ് സൊസൈറ്റികളിലോ സെൻട്രൽ സൊസൈറ്റികളിലോ നോമിനീനെ തീരുമാനിച്ച് പറഞ്ഞയക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. അപ്പോൾ എത്ര ആളെ പറഞ്ഞയക്കാം?
ദ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഓർ എനി അതോറിറ്റി ഷോൾ ഹാവ് ദ റൈറ്റ് ടു നോമിനേറ്റ് എങ്ങനെ നോട്ട് മോർ ദാൻ 2 പേഴ്സൺസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. 31 ഒന്നാണ് അത് പറയുന്നത്. നോട്ട് മോർ ദാൻ 2 പേഴ്സൺസ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ആൻ അസിസ്റ്റഡ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. അസിസ്റ്റഡിലും അപ്പെക്സിലും സെൻട്രൽ സൊസൈറ്റിയിലും നോമിനിയായിട്ട് നോട്ട് മോർ ദാൻ 2 പേഴ്സൺസിനെ നോമിനേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ് കേട്ടോ. അതാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ആ ഒരു സെക്ഷനിൽ പറയുന്നത്, അതായത് 31 പറയുന്നത്, 31 ഇപ്പോൾ 1 നമ്മൾ പഠിച്ചു. 2 പറയുന്നതാണ് ഇവർക്ക് ഷോൾ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ ഗവൺമെൻറ് ഓർ ദ സ്പെസിഫൈഡ് അതോറിറ്റി. അവരുടെ പ്ലഷറിനനുസരിച്ച് അവർക്ക് ഓഫീസ് എത്ര കാലം വേണമോ തീരുമാനിക്കുന്നതും ആരാണ്? ഗവൺമെൻറ് ആണ്. അപ്പോയിൻറ്റിങ്, അതായത് നോമിനേറ്റിംഗ് അതോറിറ്റി തന്നെയാണ് അവരുടെ കാലാവധി നിശ്ചയിക്കുന്നതും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് 31 പറയുന്നത് കേട്ടോ. അപ്പം 31 പറയണത് നോട്ട് മോർ ദാൻ 2 പേഴ്സൺസിനെയാണ് നോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 31 പറയണത് ഈ ഓഫീസ് തീരുമാനിക്കുന്നത് എന്താണ്? പ്ലഷർ ഓഫ് ദ ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ സ്പെസിഫൈഡ് അതോറിറ്റി ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ചോദ്യത്തിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. നമുക്ക് വായിച്ച് നോക്കാം. ഇതിൻ്റെ ഉത്തരം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പെക്സ് സൊസൈറ്റിയിലെ നോമിനീസിന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. നോട്ട് മോർ ദാൻ 2 പേഴ്സൺസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സെക്ഷൻ 31 ആണെന്ന് പറഞ്ഞു. അപ്പോൾ സെക്ഷൻ 31 1 എന്താണെന്ന് പറഞ്ഞു. സെക്ഷൻ 31 2 എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഹാസ് നോ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ നോ കോൺഫിഡൻസ് മോഷൻ എഗെയിൻസ്റ്റ് ദ പ്രിസൈഡ് കമ്മിറ്റി മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ആർക്ക് റൈറ്റ് ചെയ്യാൻ, നോ റൈറ്റ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റൈറ്റ് ഇല്ല. അതായത് അവിശ്വാസ പ്രമേയം, കമ്മിറ്റിയുടെ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ ആർക്കൊക്കെയാണ് റൈറ്റ് ഇല്ലാത്തതെന്നാണ് ചോദ്യം. ഗവൺമെൻറ് നോമിനീസിന് ഇല്ല എന്ന് പറയുന്നുണ്ട്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, നോമിനൽ മെമ്പേഴ്സ്, ഓൾ ഓഫ് ദിസ്, ആർക്കൊക്കെയാണ് ഇല്ലാത്തത്? അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓൾ ഓഫ് ദിസ് തന്നെയാണ് കേട്ടോ. ഇവർക്ക് ആർക്കും എന്തില്ല? നോൺ കോൺഫിഡൻസ് മോഷനിൽ എന്തില്ല? പങ്കെടുക്കാൻ കഴിയില്ല. നോൺ കോൺഫിഡൻസ് മോഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. ഗവൺമെൻറ് നോമിനീസിന് കഴിയില്ല, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് കഴിയില്ല, നോമിനൽ മെമ്പേഴ്സിനും കഴിയില്ല. അവിടെ ഓൾ ഓഫ് ദീസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു 31 തന്നെ പറയുന്നുണ്ട്. 31 2A പറയുന്നുണ്ട്, ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത പേഴ്സൺസിന് ഷാൾ നോട്ട് ബി എലിജിബിൾ ടു ഹോൾഡ് ദ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ്, ചെയർമാൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്, വൈസ് ചെയർമാൻ ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത പേഴ്സൺസിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. സെക്ഷൻ 31 പ്രകാരമുള്ളത്. ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ആൾ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ, വൈസ് പ്രസിഡന്റ്, വൈസ് ചെയർമാൻ ഒന്നും ആവാൻ പറ്റില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അവർക്ക് എലിജിബിൾ ഫോർ ബീയിങ് സെൻഡ് ആസ് എ ഡെലിഗേറ്റ് ഓഫ് ദ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി, അവർക്കൊരു ഡെലിഗേറ്റ് ആയിട്ട് പോകാൻ പറ്റും. അപ്പെക്സിലേക്കോ സെൻട്രലിലേക്കോ ഒരു ഡെലിഗേറ്റ് ആയിട്ട് വേണമെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റും. വേറൊരു സൊസൈറ്റിയിലേക്ക് അയക്കുക, അങ്ങനെ പറ്റും. അതുപോലെ തന്നെ പറ്റാത്തൊരു കാര്യമാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചത്. 31 3 പ്രകാരം നോമിനേറ്റഡ് പേഴ്സൺസിന് ഷാൾ നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഡിസ്കഷൻ ഓഫ് എനി നോൺ കോൺഫിഡൻസ് മോഷൻ ഓർ വോട്ട് ഓൺ എനി സച്ച് മോഷൻസ്. വോട്ടിലോ അതുപോലെ തന്നെ ഈ നോൺ കോൺഫിഡൻസ് മോഷനിലോ അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല, ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നും പ്രത്യേകം ഈ ഒരു 31 സബ്സെക്ഷൻ 3 പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുമായി തുടർച്ചയായിട്ട് മാല പോലെ 3 ചോദ്യങ്ങൾ വന്നു അല്ലേ? ഗവൺമെൻറ്റിൻ്റെ സംബന്ധിച്ചും നോമിനീസിനെ സംബന്ധിച്ചും എത്ര പേരാണെന്ന്, ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുക, ഇപ്പോൾ അതുമായി ഇതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് തന്നെയാണ് ഈ 3 ചോദ്യങ്ങളും. ഓക്കെ, അപ്പോൾ ഒരു സെക്ഷൻ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് നോട്ട് എ പെർമനൻറ്റ് രജിസ്റ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡാഷ് ഈസ് നോട്ട് എ പെർമനൻറ്റ് രജിസ്റ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പെർമനൻറ്റ് രജിസ്റ്റർ അല്ലാത്തത് എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ എ ലയബിലിറ്റി രജിസ്റ്റർ, ഓപ്ഷൻ ബി പർച്ചേസ് ബോണസ് രജിസ്റ്റർ, ഓപ്ഷൻ സി ചിട്ടി ലെഡ്ജർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതാണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഇവിടെ ഉത്തരമായിട്ടുള്ളത്? ചിട്ടി ലെഡ്ജറാണ് ഉത്തരമായിട്ടുള്ളത് കേട്ടോ. ചിട്ടി ലെഡ്ജർ 12 വർഷമാണ് സൂക്ഷിക്കേണ്ടത്.
അവിടെ ചിട്ടി ലെഡ്ജറാണ് ഉത്തരമായിട്ട് വരുന്നത്. ചിട്ടി ലെഡ്ജർ എത്ര കാലം സൂക്ഷിക്കണം എന്നാണ് പറയണത്? 12 വർഷം, 12 ഇയർ ആണ് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ഇവിടെ ആദ്യത്തെ ഓപ്ഷനിൽ പറഞ്ഞ ലയബിലിറ്റി രജിസ്റ്ററും ലോണും പെർമനൻ്റ് ആണ് കേട്ടോ. ലയബിലിറ്റി രജിസ്റ്റർ പോലെ തന്നെയാണ് ലോൺ രജിസ്റ്റർ എന്ന് പറയും. ലയബിലിറ്റി രജിസ്റ്ററും ലോൺ രജിസ്റ്ററും പെർമനൻ്റായി സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ പെർമനൻ്റായി സൂക്ഷിക്കേണ്ടത് ഏതൊക്കെയാണ്? ഇതിൽ പറഞ്ഞിട്ടുണ്ട് പർച്ചേസ് ഓഫ് ബോണസ് രജിസ്റ്റർ അല്ലേ. പർച്ചേസ് ഓഫ് ബോണസ് രജിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, അതും പെർമനൻ്റായി സൂക്ഷിക്കേണ്ടതാണ്. ചിട്ടി ലെഡ്ജർ 12 വർഷം മാത്രമേ സൂക്ഷിക്കേണ്ടൂ. അപ്പം നമുക്ക് പ്രധാനപ്പെട്ട പെർമനൻ്റായി സൂക്ഷിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വേണമല്ലോ, അതെന്തായാലും രജിസ്റ്റേർഡ് ബൈലോസിൻ്റെ കൂടെ പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ അമെൻമെൻറ്റ്സ്, ബൈലോസിന് എന്തെങ്കിലും അമെൻമെൻറ്റ്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പെർമനൻ്റ് ആയി സൂക്ഷിക്കണം. അഡ്മിഷൻ രജിസ്ട്രാർ ഏതൊക്കെയാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റ് എന്നടക്കമുള്ള അഡ്മിഷൻ രജിസ്ട്രാർ പെർമനൻ്റ് ആയി സൂക്ഷിക്കണം. പിന്നെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എലിജിബിൾ ടു വോട്ട്, അത് പ്രധാനപ്പെട്ടതാണ്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എലിജിബിൾ ടു വോട്ട് അത് പെർമനൻ്റ് ആണ്. പിന്നെ ഡേ ബുക്ക്, ലെഡ്ജർ, ഡെപ്പോസിറ്റ് ലെഡ്ജർ, ബോറോയിങ് ലെഡ്ജർ, റിസർവ് ഫണ്ട് ലെഡ്ജർ, ഓഡിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഈ ഒരു മെമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ്, ആക്ട് ആൻഡ് റൂൾസ്, മിനിറ്റ്സ് ബുക്ക്, ഷെയർ വിഡ്രോവൽ രജിസ്റ്റർ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഫ്ലൂയിഡ് റിസോഴ്സിൻ്റെ രജിസ്റ്റർ, ജനറൽ ലെഡ്ജർ, ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്റർ, ജനറൽ ഇൻഫോർമേഷൻ രജിസ്റ്റർ പെർമനൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ പെർമനൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു ചിട്ടി ലെഡ്ജർ, അതുപോലെ തന്നെ ചിട്ടി ഡേ ബുക്ക്, ചിട്ടി മിനിറ്റ്സ് ബുക്ക്, ഇതെല്ലാം 12 വർഷമാണ് കേട്ടോ. റെസിപ്റ്റ് ബുക്ക് 10 വർഷമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂൾ 31 നമുക്ക് കുറച്ചധികം പോയിന്റുകളുണ്ട്. അത് നമുക്ക് ഒരു ക്ലാസ്സായിട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് ക്ലാസ്സായിട്ട് ചെയ്യാൻ മാത്രം ഉണ്ടാവും. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ അപ്പീലിംഗ് അതോറിറ്റി ഇഫ് ആർബിട്രേറ്റർ പാസ് ആൻ ഓർഡർ എഗെയിൻസ്റ്റ് ദ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, ആർബിട്രേറ്റർ ഒരു ഓർഡർ പാസ് ചെയ്യണം. ആർബിട്രേറ്റർ ഇവിടെ ഓർഡർ പാസ് ചെയ്യുമ്പോൾ ആർക്കാണ് അപ്പീലിംഗ് അതോറിറ്റി, അപ്പലേറ്റ് അതോറിറ്റി ആരാണെന്നാണ് ചോദ്യം. രജിസ്ട്രാർ ആണോ, ഗവൺമെൻറ് ആണോ, കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ആണോ, നൺ ഓഫ് ദിസ് ആണോ? അപ്പോൾ ഇവിടെ ഈ ആർബിട്രേറ്റർ തന്നെ ഈ രജിസ്ട്രാർ ആണ് ആർബിട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ആർക്കാണ് അപ്പീലിംഗ് അതോറിറ്റി എന്നാണ്. അതായത് ഈ സെക്ഷൻ 81 കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണലാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരിക? കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണലാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 81 സെക്ഷൻ 81 മുതൽ 87 വരെ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടതാണ്. റൂളാണെങ്കിൽ 95 മുതൽ 125 വരെ പറയുന്നത് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ സെക്ഷൻ 81 ട്രിബ്യൂണലിൽ എന്താ പറയണത്? ഈ ട്രിബ്യൂണൽ ഒരു അപ്പലേറ്റ് അതോറിറ്റിയാണ് ഫോർ ദ അവാർഡ് ഗിവൺ ബൈ RCSO, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടോ, ആർബിട്രേറ്ററോ കൊടുത്ത അവാർഡിന്മേൽ അപ്പീൽ കൊടുക്കുന്ന അപ്പലേറ്റ് അതോറിറ്റി ആരാണ്? കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണലാണ് എന്നാണ് പറയുന്നത്. ഇവരൊരു സിംഗിൾ മെമ്പർ ട്രിബ്യൂണലാണ്. ഇവിടെ ഈ പേഴ്സൺ ഹോൾഡിംഗ് പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ് ആണ് ആരായിട്ട് വരിക? ട്രിബ്യൂണലായിട്ട് കേട്ടോ. പേഴ്സൺസ് ഹോൾഡിംഗ് ദ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ദ സ്റ്റേറ്റ് ആയിരിക്കണം ട്രിബ്യൂണലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നു. പിന്നെ ഇവരുടെ ടേമും സാലറിയും അലവൻസസ് കണ്ടീഷൻസും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഡിസൈഡഡ് ബൈ ദി ഗവൺമെൻറ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ട്രിവാൻഡ്രത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ പ്രധാനപ്പെട്ടത് നമ്മുടെ ട്രിബ്യൂണലിൻ്റെ സെക്രട്ടറിനെ കുറിച്ചിട്ടാണ്. അവരുടെ അതായത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി RCS ആണ് ഇവിടെ സെക്രട്ടറി ആയിട്ട് വരിക. ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി RCS ആണ് ഇവിടെ സെക്രട്ടറി ആയിട്ട് വരിക. അത് പറയുന്നത് 93 സബ്സെക്ഷൻ 3 ഓർത്തിരിക്കുക. അതർ സ്റ്റാഫിനെയൊക്കെ ഫിക്സ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഗവൺമെൻറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശദമായ ക്ലാസ് നമ്മൾ കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ക്ലാസ് നമ്മൾ വ്യക്തമായി സെക്ഷൻ 81 തൊട്ടിട്ട് 87 വരെയും റൂൾ 95 തൊട്ട് 125 വരെയും വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം കണ്ടൻറ്റ് ഉൾക്കൊള്ളിച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക. ഇത്രയും കണ്ടൻറ്റ് വേണോ, കുറയ്ക്കണോ, അതോ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണോ? എങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു PYQ സീരീസ് ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പം ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കവർ ചെയ്യേണ്ട, അതായത് 50 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 5000 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാത്രമാണോ വേണ്ടത്, അതോ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടാണോ വേണ്ടതെന്ന് നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ഒന്ന്
ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളതിൻ്റെ ഭാഗമാവുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതായത് റിലേറ്റഡ് ഫാക്ട്സും കൂടി വേണോ, ഇതുപോലെ അതായത് ലെങ്തി വീഡിയോ ആയ കുഴപ്പമുണ്ടോ, അതോ നിങ്ങൾക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം മതിയോ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സൊക്കെ നല്ല വൃത്തിക്ക് പഠിച്ച് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്